ഇടുക്കി ഉടുമ്പൻചോലയിൽ എം.എൽ.എ. സേനാപതി വേണുവിനെ തടഞ്ഞ നാട്ടുകാർ. നെടുങ്കണ്ടം പൊന്നാമലയിലാണ് എം.എൽ.എയെ നാട്ടുകാർ തടഞ്ഞത്. ഇന്നലെ ഉച്ചയോടെയാണ് സംഭവം നടന്നത്. അഖിൽ ടി.എസ്. ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അഖിൽ, ഇത്തരത്തിൽ എം.എൽ.എയെ തടയാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു? ആര്യ, ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഇടുക്കി ഉടുമ്പൻചോല എം.എൽ.എ. ആയിട്ടുള്ള സേനാപതി വേണുവിനെ കാണുന്നതിനായി അവിടുത്തെ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ കാത്തുനിന്ന നൂറുകണക്കിന് വരുന്ന ആളുകളെയാണ് കാണാൻ തയ്യാറാകാതെ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നിർദ്ദേശപ്രകാരം സേനാപതി വേണു മടങ്ങിയെന്ന വാർത്ത വരുന്നത്. ശേഷം ഈ ആളുകൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. അതിനുശേഷം വഴിയിലേക്ക് തിരിച്ച് അതുവഴി വന്ന എം.എൽ.എ. ആയിട്ടുള്ള സേനാപതി വേണുവിനെ തടയുകയായിരുന്നു. തങ്ങളടക്കമുള്ള ആളുകൾ വോട്ട് ചെയ്തിട്ടാണ് താങ്കൾ എം.എൽ.എ. ആയി എന്നുള്ള രീതിയിൽ വലിയ രീതിയിലുള്ള അമർഷവും വലിയ രീതിയിലുള്ള തർക്കങ്ങളും ഉണ്ടായി. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാകും ഈ ആളുകളെ സമാധാനിപ്പിക്കാൻ എം.എൽ.എ. ശ്രമിക്കുന്നുണ്ട്. എന്തായാലും തങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ച തങ്ങളുടെ ജനപ്രതിനിധി തങ്ങളെ കാണാൻ തയ്യാറാകാതെ തങ്ങളോട് മുഖം തിരിഞ്ഞു പോകുന്നതിലുള്ള ശക്തമായ അമർഷമാണ് അവർ രേഖപ്പെടുത്തുന്നത്. നൂറുകണക്കിന് ആളുകളാണ് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എം.എൽ.എ. അറിയിക്കുന്നതിനായി കാത്തുനിന്നത്. എന്നാൽ എം.എൽ.എ. കാത്തുനിന്ന ആളുകളെ കാണാൻ തയ്യാറാവുകയോ അവിടെ തന്റെ വാഹനം നിർത്താൻ തയ്യാറാവുകയോ ചെയ്യാതെ വേഗത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ശേഷം ഇതേ വഴി തന്നെ എം.എൽ.എ. 2 മണിക്കൂറിന് ശേഷം തിരിച്ചു വരുന്നു. ആ തിരിച്ചു വരുന്ന വിവരം അറിഞ്ഞ് ആ ആളുകൾ അവിടെ തന്നെ സംഘടിച്ച് എം.എൽ.എയുടെ വാഹനം തടയുകയായിരുന്നു. എം.എൽ.എയുടെ വാഹനം തടഞ്ഞ് എം.എൽ.എയോട് ഈ കാര്യത്തെപ്പറ്റി തങ്ങളുടെ പരാതികൾ അറിയിച്ചു. തങ്ങളെ കാണാതെ പോയതിലുള്ള അമർഷങ്ങൾ അറിയിച്ചു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാവും. കൃത്യമായി ആ ദൃശ്യങ്ങളിൽ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ കൂടി വോട്ട് ചെയ്ത് താങ്കളെ വിജയിപ്പിച്ചതാണ്, ഞങ്ങളുടെ പ്രശ്നങ്ങൾ താങ്കൾ കേൾക്കണമെന്ന രീതിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്നലെ ഉച്ചയോടുകൂടി ഇടുക്കി ഉടുമ്പൻചോലയിൽ ഉണ്ടായത്. ശരി, അഖിൽ ടി.എസ്. ആണ് വിവരങ്ങൾ നൽകിയത്.